നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ മിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ഒരു ട്രേഡർ ആവണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ തെളിഞ്ഞു വരും, കാണാം. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. അതിൽ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്, എൻ്റെ ഒരു ചാർട്ടും എൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റ് എവിടെ വരെയൊക്കെ പോകാം, എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്, എവിടെ കൺസോൾട്ടേഷൻ വരാം, ലോങ് ഡ്രൈവ് നമുക്ക് എവിടം വരെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഞാൻ 1.5 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നൊരു ചാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അക്യുറസിയൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാം. പബ്ലിക് ടെലഗ്രാം ചാനൽ 1.5 വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 101% ഉറപ്പുണ്ട് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. പിന്നെ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും കോളോ ടിപ്പോ ആരും പ്രതീക്ഷിക്കരുത്. അഡ്വാൻസ് ആയിട്ട് പറയുന്നു, ഞാൻ ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അവിടെ ഒരു ഓപ്പൺ ഡിസ്കഷനാണ്, ഒരു വ്യൂ അനലൈസറാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി ആവണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ട്രേഡർ ആവണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക്, അതേപോലെ രാവിലെ എടുത്തിട്ട് വൈകിട്ട് ലോസ്, ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, അപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലൈവ് ട്രേഡേഴ്സിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കുറച്ച് ലൈവ് വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നിഫ്റ്റി ഓപ്ഷൻ മോർണിംഗ് ലൈവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഏറ്റവും താഴെ കിടപ്പുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഈ ഒരു ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാമായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ലൈവിലേക്കാണെങ്കിലും പഠിക്കാനാണെങ്കിലും നേരിട്ട് എന്തായാലും ഒന്ന് വിളിക്കുക. രാവിലെ ലൈവ് എന്ന് പറയുമ്പോൾ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയേ ഉള്ളൂ. അത് ഡിസിപ്ലിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ആ ഒരു ടൈം കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിവേ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ബോക്സ് ഇവിടെ കാണുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ബോക്സ് ഇവിടെ ഉണ്ടായിരുന്നതാണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ വെള്ളിയാഴ്ചത്തെ രാവിലത്തെ മോർണിംഗ് ലൈവ് ട്രേഡിൽ 9:15 മാർക്കറ്റ് ഓപ്പൺ ആവണത്. പക്ഷേ ഈ ബോക്സ് നമ്മൾ വരച്ചു വെച്ചത് 9:10 വരച്ചു വെച്ചത്. ആ ബേസിലാണ് നമ്മളന്ന് ട്രേഡ് ചെയ്തത്. അതായത് ഈ ഒരു ബോക്സിന് പുറത്തേക്ക് ഒരു 80-60% ക്ലോസിംഗ് ആയാൽ മാത്രമാണ് അപ്സൈഡും ഉള്ളൂ, അല്ലെങ്കിൽ ഡൗണിലേക്ക് ഇന്ന പോലെ ആയാലേ ഉള്ളെന്ന് പറഞ്ഞിട്ടൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും പോയി ചിലവരൊന്നും പോയി കാണില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം 2/8/2024 നിഫ്റ്റി മോർണിംഗ് ലൈവ് ട്രേഡിംഗ്, അതുകൂടാതെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും താഴെയായിട്ടാണ് വരുന്നത് നിഫ്റ്റി ഓപ്ഷൻ മോർണിംഗ് ട്രേഡ് ഫ്യൂ ഫുൾ ലിസ്റ്റ്. 154 വീഡിയോസ് ഓൾറെഡി അതിൽ അവൈലബിളാണ്. അപ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ലോഡായി വരാൻ സമയം എടുക്കും. ഈ വീഡിയോ ഇതിപ്പോൾ സമയം 9:10 ആയിട്ടുള്ളൂ. 2/8/2024 ഇവിടെ താഴത്ത് കാണാൻ പറ്റും. 2/8/2024 9:10. അപ്പോൾ ആ സമയത്തുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഞാനവിടെ 9:11 2/8/2024. അപ്പോൾ നമ്മുടെ ഈ ചാർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ചിലപ്പോൾ പോയി കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആ ഒരു പോർഷൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരിക കേട്ടോ. അപ്പം അതിൽ ഞാൻ വരച്ചിട്ടൊരു ബോക്സാണ്. അപ്പോൾ ഈ ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാലായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമ്മളന്ന് ഇപ്പോൾ ഡൗൺ സൈഡിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് മൂവ് അപ്പ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഫോർവേഡ് അടിച്ച് കാണിക്കാം.
അപ്പോൾ അതിൽ 2 വര വരച്ചു വെച്ചിട്ടുണ്ട്. ഇതനുസരിച്ചിട്ടാണ് അന്ന് ട്രേഡിങ് പ്ലാൻ ചെയ്തത്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, 9:13. ഏറ്റവും താഴെ റൈറ്റ് സൈഡ് നോക്കിയേ, 9:13 ആയിട്ടുള്ളൂ. 15-നാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്, 2/8/2024. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഇന്നിപ്പം 3/8/2024 10:50 രാവിലെ. അപ്പോൾ ആ ബോക്സിൻ്റെ പുറത്തേക്ക് ഒരു 50% എബോവ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് നമുക്ക് അപ്പർ സൈഡിലേക്കോ ലോവർ ട്രേഡിലേക്കോ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉള്ള പോയിൻ്റ് എടുത്ത് മാറണമെന്നാണ് അന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു 1.5 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ചാർട്ടാണ്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ദിവസമോ 2 ദിവസവും കൊണ്ടല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഈ ഒരു സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് ഇതേപോലെ വരയ്ക്കാനും അല്ലെങ്കിൽ ഒരു വ്യൂ അനലൈസ് ഒക്കെ ചെയ്ത് ടെൻഷൻ ഇല്ലാതെ ട്രേഡ് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് പോവാം. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 24,699 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിൽക്കുന്ന ലെവൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ, അതായത് 15 മിനിറ്റ്സിൽ ഇപ്പോൾ RSI ഡൗൺ സൈഡിലേക്ക് തന്നെയാണ്. നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ അവിടെ നമുക്കൊരു വരച്ചു നോക്കാം. എവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് നോക്കിയേ. 24,703 എന്നുള്ള പ്രീവിയസ് ആയിട്ടുള്ള എന്നത്തെയാ 24 വെനസ്ഡേ അന്നത്തെ സപ്പോർട്ടിലാണ്. അവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഡൗണിലേക്ക് വന്നാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ 24,608 അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ വന്നാൽ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ 24,391 നേരെ മറിച്ച് മാർക്കറ്റ് മുകളിലേക്ക് ഇവിടെ നിന്ന് പോയാൽ റെസിസ്റ്റൻസ് ആവുന്ന ഏരിയ, ഇത് താഴത്തെ രണ്ടും സപ്പോർട്ട് അല്ലെങ്കിൽ പി എടുക്കുന്നവർക്കുള്ള ആ ഒരു ടാർഗറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. തികച്ചും പിന്നെ രണ്ടാമത്തെ കേസ് ഞാനൊരു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ ട്രേഡിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ കോഴ്സൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, സ്വയം കുറേയൊക്കെ മനസ്സിലാക്കി പഠിച്ചെടുത്തതാണ്. അപ്പോൾ എനിക്ക് വരുന്ന ആൾക്കാരാണെങ്കിലും എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് എനിക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു എൻട്രി എക്സിറ്റ് എവിടെയാണെന്നൊക്കെ ഒരു 80% അക്യുറസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാനുള്ള അത്യാവശ്യം നോളജൊക്കെ ഇപ്പോൾ 1.5 വർഷം കൊണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം എന്നുള്ള വിശ്വാസത്തോടു കൂടി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് 24,750 ബ്രേക്ക് ചെയ്ത് അപ്പായാൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് 24,750.7 അവിടെ നിന്ന് ഒരു അപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റ് 24,750 മുകളിലോട്ട് പോയാൽ 24,778 കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ നിന്ന് മാർക്കറ്റ് മൂവപ്പ് ആയി കഴിഞ്ഞാൽ 24,821 അപ്പോൾ ഇതാണ് എൻ്റേതായിട്ടുള്ള ഒരു വ്യൂ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, അത് ഫ്യൂച്ചറിൽ കൂടെ പറയാം. പിന്നെ വേറെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ ഫ്യൂച്ചറിൽ മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ 24,640 ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നമ്മൾ 24,395 ഫോക്കസ് ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് 24,640 സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അവിടെ നിന്നൊരു റിവേഴ്സാണ് 24,745. നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ 2 സ്ഥലങ്ങളാണ് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് 24,797 കൺസോൾട്ടേഷനും പിന്നെ അവിടെ നിന്ന് മൂവപ്പ് ആയി കഴിഞ്ഞാൽ 24,850 ഭാഗത്തേക്കായിരിക്കും. അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 24,955 മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് തിങ്കളാഴ്ചത്തേക്കുള്ള പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹയർ ടൈം ഫ്രെയിമും കൂടെ നോക്കാം. നമ്മൾ എവരി സാറ്റർഡേ മൺഡേയിലേക്കുള്ള വ്യൂവിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിം നോക്കാറുണ്ട്. 1 ഡേയിൽ ഓൾറെഡി ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ടായിരുന്നു. ആ 1 ഡേയിൽ ക്രോസ് ഓവർ താഴത്തോട്ട് വന്നതിൻ്റെ പേരിലാണ് ഇവിടെ ഒരു 2-3 ദിവസം ഒരു ഡൗൺ വന്നതിൻ്റെ റീസൺ. പിന്നെ ഇവിടെ വീണ്ടും ഒരു റീക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും, അതായത് പ്രീവിയസ് ആയിട്ടുള്ളൊരു ക്രോസ് ഓവറിൽ മാസീവായിട്ട് 1 ഡേ മോളിൽ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ക്രോസ് ഓവർ താഴത്തോട്ട് വന്നപ്പോൾ അവിടെ ഡൗണിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒരു കൺസോൾട്ടേഷൻ സോണൊക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 1 ഡേയിൽ നമുക്ക് മാറ്റിയിട്ട് വീക്കിലി ഒന്നും കൂടെ നോക്കാം. വീക്കിലി ഇപ്പോഴും മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ വീക്കിലി ഒരു ക്രോസ് ഓവർ ആവാതെ നമുക്ക്, അതായത് ഇവിടുത്തെ വീക്കിലി നല്ല രീതിയിൽ അപ്പിപ്പോയി പിന്നെ ഡൗണിട്ട് വന്നപ്പോൾ ഇവിടെ സ്റ്റേബിളായിട്ട് കൺസോൾട്ടേഷനായി. RSIക്ക് 0 to 100, 100 to 0 മൂവ് ചെയ്യാൻ അറിയത്തുള്ളൂ. ഇതിങ്ങനെ ട്രെൻഡ് ഇങ്ങനെ പോകുന്നതനുസരിച്ചിട്ട് RSIക്ക് 100
150, 100, 200, 300 അങ്ങനെ പോകാൻ പറ്റില്ല. 0 to 100, 100 to 0 അങ്ങനെ ആയിരിക്കും RSIയുടെ മൂവ്മെൻറ്റ്. അല്ലെങ്കിൽ 100ൽ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ വീക്കിലിയിൽ ഇപ്പോഴും മാർക്കറ്റ് അപ്സൈഡ് തന്നെയാണ്. ഇവിടെ ഒരു ക്രോസ് ഓവർ വരാതെ ഒരിക്കലും ഒരു ഡൗൺ ട്രെൻഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഇപ്പോഴും അപ്പർ ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ മെജോറിറ്റി സി ആണ് ഫോക്കസ് ചെയ്തതെങ്കിലും ഇൻട്രാഡേ ട്രേഡേഴ്സിനെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താ പറയണ്ട, ഇൻട്രാഡേ ട്രേഡേഴ്സിന് സിഒ പിഒ ഒന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. അവർക്കതിൽ ചെറിയ ടൈം ഫ്രെയിം നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലോങ് ഡ്രൈവിലൊക്കെ എങ്ങനെയാണ് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോവാം. ഇപ്പോൾ സ്ട്രൈക്ക് മണ്ടേയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് 24,500 പിന്നെ 24,600, പിന്നെ നോക്കാൻ പറ്റുന്നത് 24,700, 24,800. പിയിൽ നല്ല മൂവ്മെൻ്റ് ഉള്ളത് 24,800. അതിനേക്കാളും കുറച്ചുകൂടെ മൂവ്മെൻറ്റ് കിട്ടാൻ നല്ലത് 24,700. പിന്നെ 24,600, 24,500, 24,300ഒക്കെയാണ് അടുത്തൊരാഴ്ചത്തേക്കുള്ള സ്ട്രൈക്ക് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിതിൽ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് ഈ ഒരു വ്യൂ കണ്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പൊതുവേ ഒരു സ്വഭാവമുണ്ട്, ഞാൻ രക്ഷപ്പെട്ടാലും മറ്റുള്ളവർ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളൊരു സ്വഭാവം നമുക്കുണ്ട്. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടട്ടെ. നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു ചാർട്ട് പഠിച്ച് ഇത്രയും നല്ലൊരു സ്ട്രാറ്റജി ഞാൻ സ്വയം ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ ഈ 1.5 വർഷം കൊണ്ട് എനിക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റ്സിലേക്ക് ഒരു കാരണവശാലും എത്താൻ പറ്റില്ല. ഞാൻ എൻ്റെ ട്രേഡ് ചെയ്യുന്നു, എൻ്റെ ഇമോഷൻസ് ഞാൻ കൺട്രോൾ ചെയ്യുന്നു, ചെറിയ പോയിന്റുകൾ എടുത്തുന്നു, മാറുന്നു എന്നുള്ളതല്ലാതെ എനിക്കൊരു അപ്ഡേഷൻസ് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ യൂട്യൂബ് ചാനൽ വ്യൂ ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവർ കാണുന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാതെയുള്ള ഇരിക്കണേ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കൂടുതൽ വ്യൂവിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, ചെറിയ ചെറിയ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി. അതേപോലെ ലൈവ് സ്റ്റാർട്ട് ചെയ്തു, മറ്റുള്ളവർക്ക് ലോസ് ഉണ്ടാവാതിരിക്കാൻ അവർക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന അനലൈസിനെങ്ങനേക്കാളും ഒരു 100 മടങ്ങ് ശ്രദ്ധിച്ച് മറ്റുള്ളവരുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി വ്യൂ അനലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് വഴി ഒറ്റക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഈ വ്യൂവും ലൈവും കൊണ്ട് എനിക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1.5 വർഷം കൊണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ ഞാൻ ഇമ്പ്രൂവായി, എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഈ ഒരു ചാർട്ട് പഠിക്കുന്നവർക്കാണെങ്കിലും ലൈവിലേക്ക് വരുന്നവർക്കാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പഠിക്കാനുള്ളവർക്ക് പഠിക്കാം, ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർക്ക് ചെയ്യാം. എന്താണെങ്കിലും നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക. അത് F&O സെഗ്മെൻറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് വേണം. അല്ലാതെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മെജോറിറ്റി ആളുകൾക്കും ഒന്ന് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ പേടിയാണ്. അതായത് പല കോഴ്സുകളും, പല പല കോൾസ്, പല പല ലൈവിലൊക്കെ പോയിട്ട് മടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പം ഞാനിവിടെ എത്ര പറഞ്ഞാലും അവർക്കത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ഒരു തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച രണ്ടാമതും തിളച്ച വെള്ളത്തിൽ വീണ് മൂന്നാമതും തിളച്ച വെള്ളത്തിൽ വീണ പിന്നെ എത്ര തണുത്ത വെള്ളമെന്ന് പറഞ്ഞാലും അവർക്ക് ചാടാനായിട്ട് പേടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്വസ്ഥമായ മനസ്സോടുകൂടി ഒരുപാട് സമയം എടുത്ത് ആലോചിച്ച് എൻ്റെ ലൈവ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ചാർട്ട് വ്യൂ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് കണ്ട് 0 ഡൗട്ടോട് കൂടിയിട്ട് വേണം വിളിക്കാനോ സംസാരിക്കാനോ ആയിട്ട് ശ്രമിക്കാൻ. സംശയം വെച്ചുകൊണ്ട് വിളിച്ചിട്ടോ പഠിച്ചിട്ടോ ഒരു കാര്യമില്ല. കോൺഫിഡൻറ്റോട് കൂടി വരാനായിട്ട് ആരൊക്കെ തയ്യാറാണോ അവരെ ഈ ഒരു ചാർട്ട് വളരെ വൃത്തിയായിട്ട് പഠിപ്പിക്കാനും അവരൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റും കൂടെ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഒരു ടെക്നിക്കൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ 2 ലക്ഷം രൂപക്ക് കോഴ്സ് പഠിച്ചാലും ശരി, 5 ലക്ഷം രൂപക്ക് നിങ്ങൾ കോഴ്സ് പഠിച്ചാലും ശരി, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ വരപോകണമല്ല നിങ്ങളുടെ കാശ് പോകുന്നുള്ളത് വേറെ ഒന്നും അതിൽ ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരുന്ന ബിഗിനേഴ്സ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എൻ്റെ ഒരു ട്രേഡർ ആവുന്നതിന് മുമ്പ് മനം ഒരുക്കേണ്ടതുണ്ടെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പാർട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അടുത്ത സ്ക്രിപ്റ്റ് എൻ്റെ മനസ്സിലേക്ക് എപ്പോൾ കിട്ടുന്നോ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് എപ്പോൾ വരുന്നോ അപ്പോഴായിരിക്കും രണ്ടാമത്തെ പാർട്ട് വരുന്നത്. ആഴ്ച ഇന്നത് ഇട്ടോളാം. ചിലപ്പോൾ 10 ദിവസം കഴിയും, ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ ഇടാം. അതൊക്കെ അപ്പുറത്തെ മനസ്സിനൊരു പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിലേ
നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് വരത്തുള്ളൂ. തോട്ട്സ് വന്നാലാണ് നമുക്ക് അതനുസരിച്ചിട്ടുള്ള വാക്കുകൾ നമ്മുടെ മനസ്സിൽ തോന്നി അത് നാവിൽ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഓരോ വീഡിയോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, മനസ്സിൽ തോന്നുന്നത് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി അടുത്ത ആഴ്ച നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ, നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.